സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. ഇന്ന് 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, 1-ാം തീയതി ആവുമ്പോഴേക്കും മഴ കനക്കുമെന്ന് പറഞ്ഞിരുന്നു. വലിയ മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും ഇന്നലെ ഒരു നേരിയ ശമനം തോന്നിയിരുന്നു വടക്കൻ ജില്ലകളിൽ ഒഴിച്ച്. പക്ഷേ ഇന്നിപ്പോൾ വടക്കൻ ജില്ലകളിൽ മാത്രമല്ല, മധ്യ കേരളത്തിൽ ഉൾപ്പെടെ ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഉൾപ്പെടെ ശക്തമായ മഴ. മലയോര മേഖലയാണ്. അപ്പോൾ ആ തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെയുള്ള ജനങ്ങളെ കാത്തിരിക്കുന്നതുമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. വളരെ ജാഗ്രത വേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുന്നു എന്നതാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ മാത്രമായിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ അത് സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുന്നു എന്നതാണ്. ഇന്ന് 2 ജില്ലകൾക്ക്, അതായത് 4 ജില്ലകൾക്ക് റെഡ് അലേർട്ട് ഉണ്ട്. പക്ഷേ നാളെയോടുകൂടി അത് 6 ജില്ലകളായി മാറുന്നു. ഒപ്പം തന്നെ മധ്യ കേരളത്തിൽ ഉൾപ്പെടെ അതിതീവ്ര മഴയാകുന്നു. അങ്ങനെ വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകളിലേക്ക് കൂടി അതിതീവ്ര മഴ എത്തുന്നു, കൂടുതൽ മുന്നറിയിപ്പുകൾ എത്തുന്നു എന്നതാണ് സാഹചര്യം. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലർട്ടും മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടുമാണ്. 24 മണിക്കൂറിൽ 204.4 mm കൂടുതൽ മഴ ലഭിക്കുമെന്നതാണ് പ്രവചനം. ഒപ്പം തന്നെ ശക്തമായ കാറ്റുണ്ടാകും, ഇടിമിന്നൽ സാധ്യതയൊക്കെ പ്രവചിക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് ഈ അതിതീവ്ര മഴയും തീവ്രമഴയും ഒക്കെ ആണെങ്കിൽ നാളെ അത് കൂടുതൽ ശക്തമാകുന്നു എന്നതാണ് സാഹചര്യം. നാളെ എറണാകുളം, തൃശൂർ ജില്ലകൾക്ക് കൂടി അധികമായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ, അതായത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾക്ക് അവധിയാണ്. ഒപ്പം തന്നെ എറണാകുളം, വയനാട് ജില്ലകൾക്കും ഇന്ന് അവധിയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ വടക്കൻ കേരളത്തിൽ മാത്രം മഴ അതിതീവ്രമായി നിൽക്കുകയായിരുന്നെങ്കിൽ ഇനി അങ്ങനെയല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം മഴ ശക്തമാകുമെന്നത് തന്നെയാണ് മുന്നറിയിപ്പ്. ഒപ്പം വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ കാറ്റുണ്ടാകും. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതിന്റെ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി കൂടി ഉണ്ടാകുന്ന മഴ അത് ശക്തമായി തന്നെ തുടരും. മാത്രവുമല്ല, ഈ കള്ളക്കടൽ പ്രതിഭാസം, ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത, കടലാക്രമണ സാധ്യത ഇതൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് വിലക്കുണ്ട്. രാത്രികാലങ്ങളിൽ മഴ ശക്തമാകും, ശക്തമായ കാറ്റുണ്ടാകും. അതുകൊണ്ട് തന്നെ രാത്രികാല യാത്രകൾക്ക് നിയന്ത്രണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അനാവശ്യ യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. ഒപ്പം ഈ മരങ്ങൾ വീണുള്ള അപകടം, ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ള ഗതാഗതക്കുരുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ജാഗ്രത പുലർത്തണം എന്നത് തന്നെയാണ് നിർദ്ദേശം. ഒപ്പം ഇത്തവണത്തെ മൺസൂണിന് നമ്മൾ പറഞ്ഞിരുന്നു നിരവധി പ്രത്യേകതകളുണ്ട്. കാരണം വടക്കൻ കേരളത്തിലെ ആദ്യം എത്തുന്നു, അതിനുശേഷം പിന്നീട് തെക്കൻ കേരളത്തിലേക്ക് വ്യാപിക്കുന്നു. ഒപ്പം സംസ്ഥാനത്ത് കഴിഞ്ഞ 16 വർഷത്തിനിടെ ഇത്ര നേരത്തെ മൺസൂൺ എത്തുന്നത് ആദ്യമായിട്ടാണ്. അതായത് 8 ദിവസം നേരത്തെയാണ് ഇത്തവണ മൺസൂൺ എത്തിയത്. അതും എല്ലാ തവണയും മൺസൂൺ എത്തിയ ആദ്യ ഒരാഴ്ച പതിവിലും കുറവ് മഴയാണ് ലഭിക്കാറ്. ശരാശരിയുടെ വളരെ ചുരുക്കം മഴ മാത്രമാണ് ആദ്യത്തെ ഒരാഴ്ച ലഭിക്കാറ്. പക്ഷേ ഇത്തവണത്തെ മൺസൂൺ അങ്ങനെയല്ല. ആദ്യ ദിവസം മുതൽ അതിശക്തമായ മഴയാണ്, പതിവിലും കൂടുതൽ മഴയാണ് ലഭിക്കുന്നത്. ഈ സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം എന്നത് തന്നെയാണ് നിർദ്ദേശം. ഒപ്പം തന്നെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള മഴയായിരിക്കും. അതായത് ചില സമയത്ത് നമുക്ക് മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാം, വെയിൽ തോന്നിക്കാം. പക്ഷേ പെട്ടെന്നായിരിക്കും മഴ പെയ്യുക. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കും ഇത്തവണ. അതുകൊണ്ട് തന്നെ ആ മഴ, ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെയ്യുന്ന മഴയ്ക്ക് ശക്തി കൂടുതലായിരിക്കും, അതിതീവ്ര മഴയായിരിക്കും, ശക്തമായ കാറ്റൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം എന്നുകൂടി നിർദ്ദേശമുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമില്ല. സംസ്ഥാനമൊട്ടാകെ വ്യാപക മഴയാണ്, ശക്തമായ മഴയാണ്. അത് അങ്ങനെ തന്നെ തുടരുമെന്നതാണ് മുന്നറിയിപ്പ്. ശ്രീജ, ശരി. ഷംനയാണ് വിവരങ്ങൾ വിശദമായി നൽകിയത്. വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണെന്ന് മാത്രം ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ജാഗ്രതയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്.
കനത്ത മഴയിൽ പത്തനംതിട്ടയിൽ വ്യാപക കൃഷിനാശമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ 180-ലധികം ഏക്കറിൽ കൃഷി നശിച്ചു. കാർഷിക മേഖലയിൽ 2 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 3 ദിവസമായി വീശിയടിച്ച ശക്തമായ കാറ്റും മഴയുമാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. ജൂണിലെ വിപണി ലക്ഷ്യമാക്കി കൃഷിയിറക്കിയ ഏത്തവാഴ കർഷകർക്കാണ് കാലവർഷം വലിയ നാശമുണ്ടാക്കിയത്. ശക്തമായ കാറ്റിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏത്തവാഴകൾ നിലംപതിച്ചു. ഇൻഷുറൻസ് തുക ലഭിച്ചാലും നഷ്ടം മറികടക്കാനാകില്ലെന്ന് കർഷകർ പറയുന്നു. വലിയ നഷ്ടമാണ് ഉണ്ടായത്. ഏതാണ്ട് 1500ഓളം വാഴയാണ് ഞാൻ വെച്ചിരുന്നത്. അതിനകത്ത് പകുതിയോളം ഏതാണ്ട് 600ഓളം വാഴകൾ നശിച്ചുപോയി, കാറ്റടിച്ചൊടിഞ്ഞു. അതായത് വെള്ളിയാഴ്ച, ശനി, തിങ്കൾ ഈ 3 ദിവസങ്ങളിലായിട്ടാണ് കാറ്റടിച്ചത്. ശക്തമായ കാറ്റായിരുന്നു. അതുകൊണ്ട് ഈ 3 ദിവസങ്ങളിലായിട്ട് ഒരു ഭീമമായ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് ജൂൺ അവസാനം ജൂലൈ മാസങ്ങളിൽ വിളവെടുക്കേണ്ട കൊലകളാണ്. 750 രൂപ 800 രൂപയോളം കിട്ടേണ്ട കൊലകളാണ്. 13 കിലോ 14 കിലോ വരുന്ന കൊലകളായിരുന്നു. അത് ഏതാണ്ട് പകുതിയോളം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. കനത്ത മഴയിലും കാറ്റിലും 180 ഏക്കറിലധികം കൃഷിനാശമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. 2 കോടി രൂപയുടെ നഷ്ടം വരുമെന്നും കണക്കാക്കുന്നു. അടൂർ, തിരുവല്ല താലൂക്കുകളിലാണ് വ്യാപക കൃഷിനാശം. ഇവിടങ്ങളിൽ മാത്രം 80 ലക്ഷം രൂപയുടെ കൃഷി നശിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. മഴക്കാലമായതോടെ ഇടുക്കി പേരുമേട് തോട്ടം തൊഴിലാളികളുടെ ദുരിതം ഇരട്ടിയായി. കാലപ്പഴക്കം മൂലം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് ഇവിടുത്തെ ലയങ്ങളൊക്കെ. ഇന്നലെ പുതുക്കട ചുട്ടിപ്പുര ലയത്തിൽ ഒരു വീട് ഇടിഞ്ഞു വീണിരുന്നു. ഉടമ ഉപേക്ഷിച്ചു പോയ പീരുമേട് ടീ കമ്പനിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾ കടുത്ത ദുരിതങ്ങൾക്കിടയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൊഴിൽ ഇല്ലാത്തതും കാലപ്പഴക്കം മൂലം താമസിക്കുന്ന ലയങ്ങൾ അപകടാവസ്ഥയിലായതുമാണ് തൊഴിലാളികളെ പ്രയാസത്തിലാക്കുന്നത്. ശക്തമായ കാറ്റും മഴയും കൂടിയായതോടെ കാലപ്പഴക്കം ചെന്ന ലയങ്ങൾ നിലം പതിക്കുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം പുതുക്കടയിൽ ചിട്ടിപ്പുര ലയത്തിന്റെ കരിങ്കൽ ചുവർ ഇടിഞ്ഞു വീണു. ലയങ്ങൾക്ക് സമീപം ആളില്ലാത്തതിനാൽ വലിയ ദുരന്തമൊഴിവായി. മറ്റൊരു ഭാഗം ഇടിഞ്ഞു വീഴാതിരിക്കാൻ തൊഴിലാളികൾ തന്നെ പ്ലാസ്റ്റിക് പടുത വലിച്ചു കെട്ടുകയായിരുന്നു. 3 ദിവസം മുമ്പും ലയം ഇടിഞ്ഞു വീണിരുന്നു. താമസക്കാരിയായ സ്ത്രീ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വന്ന് നോക്കിയിട്ട് പോവുക, തീരുമാനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇവിടുത്തെ മെമ്പറുണ്ട്, മെമ്പർ ഒരു കാര്യത്തിൽ പോലും വരുന്നില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരി ചീപ്പായിട്ട് പറയുക. പിന്നെ ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം എല്ലാവരും വരുന്നുണ്ട്, നോക്കുന്നുണ്ട്, പോകുന്നുണ്ട്. നാളെ പാവപ്പെട്ട ഒരു എസ്റ്റേറ്റ് കടന്ന് ഞങ്ങൾ ഉണ്ടാകും. രാത്രി കടന്നുകൊണ്ടിരിക്കുമ്പോൾ 2 മണിക്കായിരിക്കും. പിള്ളേരും ഉറങ്ങിയിട്ടില്ല, ആരും ഉറങ്ങിയിട്ടില്ല. പീരുമേട് ടീ കമ്പനിയുടെ ലയങ്ങളെല്ലാം വലിയ അപകടാവസ്ഥയിലാണ്. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. മറ്റിടങ്ങളിൽ ഭൂമിയോ വീടോ ഇല്ലാത്തവരാണ് ലയങ്ങളിൽ കഴിയുന്ന തൊഴിലാളികൾ. തോട്ടം ഉപേക്ഷിച്ച ഉടമകൾ തിരിഞ്ഞു നോക്കാത്തതിനാൽ സർക്കാർ ഇടപെടണമെന്നാണ് തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ക്രമാതീതമായി നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പട്ടാമ്പിയിലെ പുതിയ പാലത്തിന്റെ നിർമ്മാണം നിർത്തിവെച്ചു. തൂണുകളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് കാലവർഷം പ്രതിസന്ധിയായി എത്തിയത്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ പെയ്ത ശക്തമായ മഴയിൽ ക്രമാതീതമായാണ് ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചത്. നിലവിൽ ഇരുകരയും മുട്ടിയാണ് പുഴ ഒഴുകുന്നത്. കുത്തൊഴുക്ക് വർദ്ധിച്ചതോടെ ചെങ്ങനാംകുന്ന്, വെള്ളിയാംകല്ല് തടയണകൾ തുറന്നു. നീരൊഴുക്ക് വലിയ തോതിൽ വർദ്ധിച്ചതോടെ പട്ടാമ്പിയിൽ നടന്നുകൊണ്ടിരുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചു. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പുതിയ പാലത്തിന്റെ തൂണുകളുടെ പ്രവൃത്തികൾ തുടങ്ങിയത്. പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് കാലവർഷം നേരത്തെ എത്തിയത്. പുഴയിൽ വെള്ളം കൂടിയതോടെ കഴിഞ്ഞ ദിവസം നിർമ്മാണ സാമഗ്രികൾ പുഴയിൽ നിന്നും നീക്കം ചെയ്തു. പുഴയിലെ പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ ഇനി സമയമെടുക്കും. മഴക്കാലം വിട്ടുനിന്നാൽ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ എന്നാണ് കരുതുന്നത്. കിഫ്ബിയിലെ 52 കോടിയോളം രൂപയാണ് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരുന്നത്. 33,14,53,000 രൂപയ്ക്കാണ് പാലം നിർമ്മാണ കരാർ എടുത്തിരിക്കുന്നത്. ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കരാർ ചുമതല. 24 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാറെങ്കിലും സമയബന്ധിതമായി പാലം നിർമ്മാണം പൂർത്തിയാക്കാനാകുമോ എന്നതും സംശയമാണ്. ന്യൂസ് 18 പട്ടാമ്പി. ദേശീയപാത അപകടത്തിൽ. തിരുവനന്തപുരം ആറ്റിങ്ങലിലും ദേശീയപാത നിർമ്മാണത്തിൽ അപാകതയെന്ന പരാതി ഉയരുകയാണ്. ചതുപ്പുകളിൽ നിന്നുള്ള നീരൊഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണം റോഡിന്റെ തകർച്ചയ്ക്ക് ഇടയാക്കുമെന്നാണ് ഇവിടുത്തുകാരുടെ ആശങ്ക. സമീപത്തെ റോഡുകൾ വെള്ളത്തിലായതോടെ വഴിമുട്ടിയ നാട്ടുകാരും ഇപ്പോൾ ദുരിതത്തിലായി.
ദേശീയപാതയിൽ ആറ്റിങ്ങൽ നിന്ന് ചിറയൻകീഴിലേക്കുള്ള സ്ട്രെച്ചിലാണ് അശാസ്ത്രീയ നിർമ്മാണം ആശങ്കയുണ്ടാക്കുന്നത്. കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ വയലുകളും ചതുപ്പുകളും നിറഞ്ഞ പ്രദേശത്തൂടെയാണ് ദേശീയപാത കടന്നുപോകുന്നത്. രണ്ട് വശത്തു നിന്നുമുള്ള നീരൊഴുക്ക് തടഞ്ഞാണ് നിർമ്മാണം. നീരൊഴുക്ക് തടയുന്നത് റോഡിന്റെ തകർച്ചയ്ക്കിടയാക്കുമെന്നും ആശങ്കയുണ്ട്. നമ്മുടെ കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് ഉൾപ്പെടുന്ന ഒരു മധ്യഭാഗത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ റോഡിൻ്റെ സൈഡുകളിൽ കൂടി ഉണ്ടായിരുന്ന ഓടകളെല്ലാം നശിപ്പിക്കപ്പെട്ടു. ഭൂമിശാസ്ത്രപരമായ വെള്ളം ഒഴുക്കിന് തടസ്സം വന്നു. ഈ റോഡ് നിർമ്മിച്ച തുടക്കം മുതൽ ഏകദേശം 1 കിലോമീറ്ററോളം ചുറ്റളവിൽ ഇത് റോഡ് വിണ്ട് കീറിയിട്ടുണ്ട്. അവർ വേനൽ വരുന്ന സമയത്ത് വിണ്ട് കീറിയ സ്ഥലങ്ങളെല്ലാം കൊണ്ടുവന്ന് ടാറിട്ട് ഒഴിച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പോകും. ഇപ്പോഴെന്താ ആ തുടക്ക സമയത്ത് വിണ്ട് കീറിപ്പുണ്ട്. അതുകൊണ്ട് ഇത് ഇടിഞ്ഞു താഴാനുള്ള ഒരു അവസ്ഥയുണ്ട്. നീരൊഴുക്ക് തടഞ്ഞുള്ള റോഡ് നിർമ്മാണത്തിൽ ജനങ്ങളും ദുരിതത്തിലായി. വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങാനാകാത്ത അവസ്ഥ. റോഡിൽ മാസങ്ങളായി വെള്ളക്കെട്ട്. പോകാൻ വേറെ വഴിയില്ല, ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഇത് പഞ്ചായത്ത് റോഡാണ്. ഈ റോഡ് വന്നതിന് ശേഷം വാട്ടർ ചാനലില്ല. വെള്ളം പുറത്തോട്ട് ഒഴുകാനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ കെട്ടിക്കിടക്കും. പിന്നെ ഈ കൊതുവിൻ്റെ ശല്യം വേറെ രീതി, പാമ്പിൻ്റെ ശല്യമുണ്ട്. പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഒരു ഇടുപ്പോളം വെള്ളം വന്നാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അത് എക്സാമിന് കഴിഞ്ഞ വർഷം ഈ വെള്ളം കയറിയപ്പോൾ എക്സാം ടൈം ആയിരുന്നു. അപ്പോൾ എക്സാമിന് കയറിയപ്പോൾ തന്നെ മതിൽ ചാടി അപ്പുറത്തോടെ പോയി. പിന്നെ തിരിച്ചു വരുമ്പോൾ നനഞ്ഞുകൊണ്ട് അങ്ങ് വരും. ബുദ്ധിമുട്ടാണ്, ചെളിയൊക്കെ പറ്റും. നിർമ്മാണത്തിലെ പിഴവ് അടിയന്തരമായി പരിഹരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റിയും സർക്കാരും. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് കൂടല്ലൂർ പട്ടിപ്പാറയിൽ മരിച്ച വെട്ടത്തുപടി ചന്ദ്രന്റെ കുടുംബത്തിന് ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാം. കൂടല്ലൂർ CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത്. പാലക്കാട് തൃത്താല കൂടല്ലൂരിൽ മരണപ്പെട്ട വെട്ടത്തുപടി ചന്ദ്രന്റെ കുടുംബം അടച്ചുറപ്പില്ലാത്ത ഇടിഞ്ഞു വീഴാറായ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ചന്ദ്രന്റെ ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനാണ് CPM കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുതലിന്റെ സ്നേഹവീട് നിർമ്മിച്ചത്. വീടിന്റെ താക്കോൽദാനം CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നിർവഹിച്ചു. സുരക്ഷിതത്വമായ ഒരു ഭവനത്തിൽ താമസിപ്പിക്കാൻ കഴിഞ്ഞു എന്ന വളരെ അതിയായ സന്തോഷത്തിലാണ് ഈ പ്രദേശത്തെ പാർട്ടിയും പാർട്ടിയുടെ പ്രവർത്തകരും ആകെ ഉള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനം നിർവഹിക്കുമ്പോൾ പാർട്ടിയുടെ മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പൊതുവെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ളത്. 850 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 2022 ഓഗസ്റ്റിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹകരണം ലഭിച്ചതോടെയാണ് വീടെന്ന കുടുംബത്തിന്റെ സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കാനായത്. ന്യൂസ് 18 തൃത്താല. പ്രതാപം വീണ്ടെടുക്കാൻ പട്ടാമ്പിയിലെ സെൻട്രൽ ഓർച്ചാർഡ്. നവീകരണ പ്രവൃത്തികൾക്കുള്ള ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയായി. ഫലവൃക്ഷ തൈകളുടെയും പച്ചക്കറി തൈകളുടെയും ഉൽപാദനവും വിപണനവും നടക്കുന്ന ഇവിടെ 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. കർഷകർക്ക് ആശ്വാസകരമായ ഒട്ടേറെ പദ്ധതികളാണ് പട്ടാമ്പിയിലെ സെൻട്രൽ ഓർച്ചാർഡ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിതമായ സെൻട്രൽ ഓർച്ചാർഡിനെ പഴയ പ്രതാപത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. കർഷകർക്ക് നല്ല വിത്തിനങ്ങൾക്കും നടീൽ വസ്തുക്കൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത്. 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുക. ഭരണാനുമതിക്ക് പുറമെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. പൊതുവായിട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഒരു ഇടം എന്നുള്ള നിലക്കും ഫാമിങ്ങിന് കൂടുതൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠന അർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ കഴിയുന്ന ഒരു സംവിധാനമാക്കിയിട്ട് ഇതിനെ മാറ്റുക, പരിവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ലാബ് ഇവിടെയുണ്ട്. ഓർഗാനിക് വളങ്ങളെ പരിശോധിക്കുന്ന, മെനോറുകളെയൊക്കെ പരിശോധിക്കുന്നതിനുള്ള ലാബ്. അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇതിന്റെ തന്നെ അകത്ത് ഉള്ള ഒരു സ്ഥാപനമാണ്.
കൃഷിയോട് താൽപ്പര്യമുള്ളവർക്ക് ആശ്രയ കേന്ദ്രമാണ് പട്ടാമ്പിയിലെ സെൻട്രൽ ഓർച്ചാർഡും ചുറ്റപ്പെട്ട് കിടക്കുന്ന 26 ഏക്കർ വളപ്പും. പച്ചക്കറി, ഫലവൃക്ഷങ്ങൾ മുതൽ 7 നിറങ്ങളിലുള്ള ചെമ്പരത്തിയുടെ തൈകൾ വരെ ഇവിടെ സുലഭം. വൈവിധ്യങ്ങളായ ഇനങ്ങൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ എത്താം. ചെടികളുടെ പരിപാലനത്തിനായി 5 പോളി ഹൗസുകൾ അടക്കമുള്ള സൗകര്യം ഇവിടെയുണ്ട്. വിളകളും അവയുടെ കൃഷിരീതിയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും അവരിൽ കാർഷിക അവബോധം ഉണ്ടാക്കുന്നതിനും സർക്കാരിന് കൂടുതൽ വരുമാനം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് മുക്കം കടവ് പാലത്തിന് സമീപം നട്ടുവളർത്തിയ മുളകൾ നശിപ്പിച്ചു. ചെറുപുഴയുടെ തീരസംരക്ഷണത്തിനായി നട്ടുപിടിപ്പിച്ച മുളക്കൂട്ടങ്ങളാണ് നശിപ്പിച്ചത്. കാരശ്ശേരിയിലൂടെ ഒഴുകുന്ന ചെറുപുഴയുടെ തീരം സംരക്ഷിക്കാനാണ് മുളകൾ നട്ടുപിടിപ്പിച്ചത്. എന്നാൽ ഇരുവഴിഞ്ഞു പുഴയിൽ നിന്ന് പൊളിച്ചുമാറ്റിയ വെന്റ് പൈപ്പ് പാലത്തിന്റെ പൈപ്പുകൾ നീക്കുന്നതിനിടെ മുളക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചു എന്നാണ് പരാതി. JCB പുഴയിലേക്ക് ഇറക്കിയതോടെ ഇവ നശിച്ചുവെന്നാണ് പഞ്ചായത്തിലെ LDF അംഗങ്ങളുടെ ആരോപണം. ഇവിടെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ മുളക്കൂട്ടവും ഈ പ്രദേശത്തും ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ഒരു സ്വകാര്യ വ്യക്തി, പുത്രശ്ശേരി വിനോദ് എന്ന് പറയുന്ന കരാറുകാരൻ, JCB കൊണ്ടുവന്നിട്ട് ഈ സ്റ്റെപ്പ് ഏകദേശം ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഈ ഇവിടേക്ക് ഇറങ്ങുന്ന പാർക്കിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പും അതോടൊപ്പം തന്നെ ഈ മണ്ണിനെ സംരക്ഷിച്ച് നിർത്തുന്ന മുളങ്കൂട്ടവും ഇടിച്ചു പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ്. അത് ഏതോ പൈപ്പ് ലൈൻ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തിനോട് അനുമതി വാങ്ങിയിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. കാരശ്ശേരി പഞ്ചായത്ത് 1 വർഷം മുമ്പ് SK സ്മൃതി കേന്ദ്രത്തിലേക്കും മുളംകാട്ടിലേക്കും ഇറങ്ങാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കോൺക്രീറ്റ് സ്റ്റെപ്പ് തകർത്തുവെന്നും പരാതിയുണ്ട്. മുളങ്കൂട്ടത്തിന് നാശം വരുത്തിയ കരാറുകാരനെതിരെ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. വീടിന്റെ ടെറസിൽ ഒറ്റ വള്ളിയിൽ വിളഞ്ഞു നിൽക്കുകയാണ് 100 കണക്കിന് മുന്തിരിക്കുലകൾ. മലപ്പുറം കാളിക്കാവിലെ അബ്ദുൽ ബാരി സഖാഫിയുടെ വീട്ടിലാണ് ഈ മനോഹരമായ കാഴ്ച. കഴിഞ്ഞ വർഷത്തിന്റെ ഇരട്ടി വിളവാണ് ഇക്കുറി ലഭിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. കാളിക്കാവ് പള്ളിശ്ശേരിയിലെ പൂക്കോടൻ അബ്ദുൽ ബാരി സഖാഫിയുടെ വീട് കൗതുക കാഴ്ചയൊരുക്കുകയാണ്. മുന്തിരികളിലെ രാജാവായ റോസ് മുന്തിരിയാണ് ടെറസിൽ വിളഞ്ഞു നിൽക്കുന്നത്. ഒറ്റവള്ളിയിൽ നിന്ന് പടർന്നു പന്തലിച്ച് ഇന്ന് വലിയൊരു തോട്ടം പോലെ മനോഹരമാണ് ഇവിടം. ടെറസിൽ നട്ട ഒറ്റവള്ളിയിൽ നിന്ന് പടർന്നു പന്തലിച്ച മുന്തിരിവള്ളിയിൽ 100 കണക്കിന് മധുരമേറുന്ന മുന്തിരിക്കുലകളാണ് വിളഞ്ഞു നിൽക്കുന്നത്. മറ്റൊരു വീട്ടിൽ നിന്ന് ലഭിച്ച ഒരു ഒറ്റവള്ളി അബ്ദുൽ ബാരി സഖാഫി തന്റെ ടെറസിൽ നടുകയായിരുന്നു. ശാസ്ത്രീയമായ രീതിയിലായിരുന്നു പരിപാലനം. ഒറ്റവള്ളി പടർന്നതോടെ വലിയൊരു പന്തൽ തന്നെ കെട്ടി. ഇപ്പോഴിതാ രണ്ടാമത്തെ വിളവെടുപ്പിനും തയ്യാറായിരിക്കുകയാണ് ബാരി സഖാഫിയുടെ മുന്തിരിത്തോട്ടം. നല്ല ശാസ്ത്രീയപരമായിട്ട് തന്നെ ഞാൻ യൂട്യൂബിലും മറ്റുള്ളൊക്കെ കണ്ടിട്ടാണ് ഇതിലൂടെ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുഴിച്ചിട്ട സമയത്ത് ഞാൻ അടിവളവ് നല്ല ഉഷാറായിട്ട് കൊടുത്തു. അങ്ങനെ ഉയർന്നു വന്നതിൻ്റെ ശേഷം നല്ല വിശാലമായിട്ട് പന്തലിച്ചിങ്ങനെ വരുന്നെന്ന് കണ്ടപ്പോൾ ഞാൻ വിശാലമായിട്ട് വലിയൊരു പന്തലാക്കി മാറ്റി. ആ പന്തലൂടെയാണ് ഈ മുന്തിരി നമുക്ക് കിട്ടുന്നില്ല പ്രതീക്ഷകൾ നമുക്കുണ്ടായത്. ശാസ്ത്രീയ രീതിയിലുള്ള പരിപാലനമാണ് വേഗത്തിൽ മുന്തിരി പൂക്കാനിടയാക്കിയത്. മത്സ്യം, മാംസം എന്നിവ കഴുകിയ വെള്ളമാണ് വള്ളിക്ക് വളമായി ഉപയോഗിക്കുന്നത്. കൃത്യമായി പരിചരിച്ചാൽ നമ്മുടെ നാട്ടിലും മുന്തിരി സമൃദ്ധമായി വളരുമെന്ന് അബ്ദുൽ ബാരി സഖാഫി പറയുന്നു. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ആദ്യത്തെ വിളവെടുപ്പ്. ഒറ്റവള്ളിയിൽ നിന്ന് വൻ വിളവെടുപ്പുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി മുന്തിരി കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ബാരി. വിവിധ തരം വിദേശ പഴങ്ങളും ഇദ്ദേഹം പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. 3 വർഷം കൊണ്ട് ഭൂഗർഭ ജലവിധാനം ഉയർത്തിയ നേട്ടം കൈവരിച്ച് സുസ്ഥിര തൃത്താല പദ്ധതി. 5 കോടി ലിറ്റർ മഴവെള്ള സംഭരണം ഉൾപ്പെടെ 16 പദ്ധതികളാണ് പൂർത്തിയാക്കിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിലാണ് തൃത്താല മണ്ഡലത്തിൽ സുസ്ഥിര തൃത്താല പദ്ധതി നടപ്പാക്കുന്നത്. തൃത്താല മണ്ഡലത്തിന്റെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് മന്ത്രി MB രാജേഷ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സുസ്ഥിര തൃത്താല. കാർഷിക മേഖലയുടെ നിലനിൽപ്പ്, ജലസംരക്ഷണം, ഊർജ്ജ സംരക്ഷണം, മഴയിൽ നിന്നും 5 കോടി ലിറ്റർ മഴവെള്ള സംഭരണം തുടങ്ങി 16 പദ്ധതികളാണ് മണ്ഡലത്തിൽ പൂർത്തിയാക്കിയത്. തകർന്നടിഞ്ഞ കുളങ്ങളുടെ നവീകരണം, തോടുകൾ നവീകരിക്കുന്നതിനായുള്ള ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി, പ്രാദേശിക കാർഷിക രംഗത്തെ വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ കാർഷിക കാർണിവൽ, ഉൽപ്പന്ന പ്രദർശന വിപണന മേള തുടങ്ങിയ പരിപാടികളാണ് സുസ്ഥിര തൃത്താലയിലൂടെ നേട്ടം കൈവരിച്ചത്. പദ്ധതിയുടെ പ്രഖ്യാപനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. എല്ലാവരും കൂടി ഇറങ്ങിയാൽ ഇപ്പൊ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് എല്ലാം സന്തോഷമായി. അതിനേക്കാൾ സന്തോഷം നൽകുന്ന റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഒരു കാര്യം കൂടി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്.
നമ്മളെന്തിനാ വേറെ ആരും അറിയരുത്, ഇവിടെ മാത്രം നടത്തണമല്ല, നമ്മളൊരു മാതൃക സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. തൃത്താല മാതൃക നാളെ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും മുമ്പിൽ അവതരിപ്പിക്കണം. ചെറുനീർത്തട വികസന പദ്ധതി 1ാം ഘട്ട പൂർത്തീകരണം, 50 പൊതുസ്ഥാപനങ്ങളിലെ കൃത്രിമ ഭൂജല പോഷണം സാധ്യമാക്കൽ, നാഗലശ്ശേരി പഞ്ചായത്തിലെ മാങ്ങാട്ടുകുളം നവീകരണം, പട്ടിത്തറ പഞ്ചായത്തിലെ വെള്ളറച്ചോല കുളം നവീകരണം, 556 ഹെക്ടർ പ്രദേശത്ത് നെൽകൃഷി, 1 ലക്ഷം തെങ്ങിൻ തൈ നട്ടുപരിപാലനം, ജില്ലയിൽ ആദ്യമായി കൂൺ ഗ്രാമം പദ്ധതി തുടങ്ങിയ 16 പദ്ധതികളാണ് 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. സുസ്ഥിര തൃത്താല പദ്ധതിയിലൂടെ ഭൂഗർഭ ജലവിധാനത്തിൽ സെമി ക്രിട്ടിക്കൽ വിഭാഗത്തിലായിരുന്ന തൃത്താല മണ്ഡലത്തിൽ ഭൂഗർഭ ജലവിധാനം ഉയർത്താൻ കഴിഞ്ഞുവെന്നതും നേട്ടമാണ്. ന്യൂസ് 18 തൃത്താല. കൊല്ലം ചിതറയിൽ നാട്ടിൻപുറത്തെ സൗഹൃദ കൂട്ടായ്മയിൽ മൈക്രോ ഫിനാൻസ് എന്ന ഒരു സിനിമ ഒരുങ്ങിയിരിക്കുകയാണ്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഇതെല്ലാം ടാപ്പിംഗ് തൊഴിലാളിയായ സുരേഷ് വെങ്കോടാണ് നിർവഹിച്ചത്. നാട്ടിലെ കലാകാരന്മാരൊക്കെ ചേർന്ന് തയ്യാറാക്കിയ ചിത്രം വെള്ളിത്തിരയിൽ കാണാൻ ഗ്രാമം ഒന്നാകെ ഒരു തിയേറ്ററിൽ ഒഴുകിയെത്തിയ കാഴ്ചയുമുണ്ട്. ഈ ലോകം അവസാനിച്ചാലും തീരാത്തത്രയും സ്വപ്നങ്ങളായിരുന്നു ഞാനും എന്റെ അനാമികയെ നെയ്തു കൂട്ടിയതൊക്കെ. ആ നശിച്ച നിമിഷം ബിഫോർ സിനിമാസിന്റെ ബാനറിലാണ് ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. കാഞ്ഞിരത്തമ്മൂട് ശ്രീധന്യ തിയേറ്ററിലായിരുന്നു ആദ്യ പ്രദർശനം. മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും ലോണെടുത്ത ഒരു കുടുംബത്തിലെ തിരിച്ചടവ് മുടങ്ങിയതോടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ പ്രമേയം. യൂട്യൂബ് ചാനലിൽ ഷോർട്ട് ഫിലിം നിർമ്മിച്ച പരിചയത്തിലാണ് സംഘം 5.5 മാസം കൊണ്ട് സിനിമ നിർമ്മിച്ചത് എന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. യൂട്യൂബിന്റെ നമ്മുടെ കൂട്ടായ്മയിൽ ഒരുപാട് ഷോർട്ട് ഫിലിംസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു സിനിമ പിറക്കുകയാണ് നമ്മുടെ ആ കൂട്ടായ്മ. മൈക്രോ ഫിനാൻസ് എന്നാണ് ആ സിനിമയുടെ പേര്. ഈ കഥ സിനിമയാകാൻ നമുക്ക് കൂട്ടുനിന്ന ബാക്കിയുള്ള ഒരുപാട് പേര് ഇതിന്റെ പിന്നിലുണ്ട്, അണിയറയിലുണ്ട്. അവർക്കെല്ലാവർക്കും നമ്മൾ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. കൂട്ടായ്മയിൽ തൊഴിലെടുത്ത് കിട്ടുന്ന തുക സ്വരൂപിച്ചായിരുന്നു സിനിമയുടെ നിർമ്മാണവും. നൌഫൽ ജലാൽ, രാജി അലക്സ് എന്നിവരാണ് മൈക്രോ ഫിനാൻസിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഹരി വിഷ്വൽ മീഡിയ ക്യാമറയും ഷിബിൻ എസ് ബാബു എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള മൈക്രോ ഫിനാൻസിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇടവേളയ്ക്ക് ശേഷം ഇടവേളയിൽ കാണാം നല്ല വാക്ക്.